പാനൂരിൽ ബി.ജെ.പി. പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ റീത്ത് വെച്ചു. മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജിതേഷിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി റീത്ത് വെച്ചത്. പുലർച്ചെ വീട്ടുകാർ ഉണർന്നപ്പോഴാണ് റീത്ത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. അർജുൻ കല്യാട് വിശദാംശങ്ങളുമായി. അർജുൻ, ആരാണ് റീത്ത് വെച്ചത് എന്നത് സംബന്ധിച്ച് പോലീസിന്റെ സംശയം എന്താണ്? നികേഷ്, പാനൂരിലെ മൊകേരി ബി.ജെ.പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജിതേഷിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ വീട്ടുകാർ ഉണർന്നു നോക്കുമ്പോഴാണ് വീട്ടിന്റെ മുന്നിൽ ഇത്തരത്തിലൊരു റീത്ത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ആരാണ് ഇതിന് പിന്നിൽ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നതേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ അതിനകത്ത് ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും പാനൂരും പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി ബോംബ് സ്ഫോടനം നടക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആ മേഖലയിലെല്ലാം വ്യാപകമായിട്ടുള്ള പരിശോധന, ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് സമയത്ത് തന്നെ ചെറിയ തോതിലുള്ള വാക്കുതർക്കവും അതുപോലെ തന്നെ പ്രശ്നങ്ങളും എല്ലാം ആ മേഖലയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണോ ഇങ്ങനെ ഒരു ബി.ജെ.പി. നേതാവിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ വീടിന് മുന്നിൽ കാര്യങ്ങളിലെല്ലാം തന്നെ പോലീസ് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. സംഭവ സ്ഥലത്ത് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയുമാണ്. എന്തായാലും പാനൂരിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഒരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാവാനുള്ള പല രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസ് അക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇടപെടുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ സാന്നിധ്യം ഇതിനകത്തുണ്ട് എന്നത് കണ്ടെത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണം വളരെ ഊർജിതമായ രീതിയിൽ തന്നെയാണ് പോലീസ് നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ടത് പാനൂരും പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ ഈ ബോംബ് സ്ഫോടനം നടക്കുന്നു. തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചില സംഘർഷങ്ങൾ അല്ലെങ്കിൽ ചെറിയ തോതിലാണെങ്കിൽ കൂടി സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ ഒരു ബി.ജെ.പി. നേതാവിന്റെ വീട്ടിലേക്ക് റീത്ത് വെക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ പ്രകോപനങ്ങൾ പല രീതിയിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നായാലും രാഷ്ട്രീയ പാർട്ടികളെ അർജുൻ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മതപരമായ ധ്രുവീകരണം ഉണ്ടായി. അതിൻ്റെ കാരണക്കാർ പരസ്പരം UDF-ഉം LDF-ഉം പരസ്പരം പഴിചാരുകയാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും നാദാപുരം മേഖലകളിലൊക്കെ തന്നെയും ഒരുപക്ഷെ അസ്വസ്ഥതകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം ഉണ്ടാകാനുള്ള സാധ്യത ചിലരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പാനൂരിൽ ബോംബ് പൊട്ടി കഴിഞ്ഞ ദിവസം ഒരു CPM അനുഭാവി മരിച്ചു. തങ്ങൾക്കതിൽ പങ്കില്ല എന്ന് CPM പറയുന്നുണ്ടെങ്കിൽ തന്നെയും ബോംബ് നിർമ്മാണത്തിനിടെയാണ് അയാൾ മരിച്ചത് എന്ന് പിന്നീട് വ്യക്തമായിട്ടുള്ളതുമാണ്. അർജുൻ, ഇവിടെ ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ, ഒരു BJP-കാരൻ്റെ വീട്ടിൽ റീത്ത് വെക്കുന്നു എന്ന് പറയുമ്പോൾ സംഘർഷങ്ങൾ ഉരുണ്ടു കൂടുന്നു എന്നാണോ പോലീസ് കരുതുന്നത്? തീർച്ചയായിട്ടും നികേഷ്, അങ്ങനെ തന്നെ വേണം മനസ്സിലാകാൻ. കാരണം ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രകോപനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ പ്രകോപിപ്പിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി ഒരു പ്രകോപനം ഉണ്ടാകുന്ന ഒരു നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു പക്ഷേ വലിയ തോതിൽ സംഘർഷത്തിലേക്ക് കലാശം. അപ്പോൾ സംഘർഷം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തിന്റെ ഭാഗമാണോ ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടക്കുന്നത് എന്നതും വളരെ പ്രധാനമാണ്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇടപെടുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനമെല്ലാം ഇനി അത്ര ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ അതൊരു പക്ഷേ വലിയ തോതിലുള്ള ഏതെങ്കിലും ഒരു സംഘർഷത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് മതപരമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാനൂരിലും നാദാപുരത്തും ഒക്കെ അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ധ്രുവീകരണത്തിലേക്കും അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്കും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്കും ഒന്നും തന്നെ പോവാതിരിക്കാനുള്ള ജാഗ്രത അന്വേഷണത്തിൽ വേണ്ടുന്ന രീതിയിലുള്ള ഗൗരവമെല്ലാം പോലീസ് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ സംഭവങ്ങൾ ഒരു സംഘർഷ സാധ്യത ആ പ്രദേശത്ത് ഉരുണ്ടുകൂടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. രാഷ്ട്രീയ പാർട്ടികളും ഈ സംഭവത്തിലെല്ലാം തന്നെ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും വളരെയധികം ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. നികേഷ്, അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.